ഹായ് ഓൾ, ഇന്ന് ഞങ്ങളുടെ മാളക്കുട്ടിയുടെ വീടിൻ്റെ പാലുകാച്ചായിരുന്നു. മാളക്കുട്ടി ഞങ്ങളുടെ വല്യമ്മയുടെ കൊച്ചുമോളാണ്. പുള്ളിക്കാരിക്ക് ഒരു വീടായപ്പോഴത്തേനും ഭയങ്കരമായിട്ട് സന്തോഷമായി. അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞു വീടാണ് അവളുടേത്. ഇതാണ് വീട്. അവരെ കൊണ്ട് കഴിയുന്നത് പോലെ നല്ല വൃത്തിയായിട്ട് ഉണ്ടാക്കിയെടുത്ത വീടാണ്. കൂടുതലും അവളുടെ അച്ഛൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഈ വീട്ടിൽ ചെയ്തത്. പൂജാമുറി, പിന്നെ ഇവിടെ ഒരു റൂമുണ്ട്, അപ്പുറത്തും ഒരു റൂം. അവിടെ ഇരിക്കുന്നത് എൻ്റെ മോൻ ആദിയും പിന്നെ മാളുവിൻ്റെ അച്ഛനുമാണ്. അവരിരുന്ന് കഴിക്കുമായിരുന്നു. ഇത് മാളുവിൻ്റെ അമ്മയാണ് രേഖ. അത് പിന്നെ മാളുവിന് വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞു റൂമാണത്. മാളുവിൻ്റെ പഠിക്കുന്ന കാര്യങ്ങളും പിന്നെ മാളു ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെയാണ് ആ സ്റ്റാറാക്കിയത്. ഇത് അടുക്കളയാണ്. അടുക്കളയിൽ വല്യമ്മമാരുണ്ട്, അമ്മയുണ്ട്. എല്ലാവരും ഇരുന്ന് സംസാരിക്കുമായിരുന്നു. പാലുകാച്ച് കഴിഞ്ഞു പിന്നീട് അവരെല്ലാവരും ഇരുന്ന് സംസാരിക്കുമായിരുന്നു. അവൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് കിട്ടിയൊരു വീടാണ് കേട്ടോ. അവൾക്കൊരു വീട് വന്നപ്പോഴത്തേനും ഒരുപാട് സന്തോഷമായി അവൾക്ക്. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ അവർ ആ വീട് ഉണ്ടാക്കിയെടുത്ത്. ഇതൊക്കെ മാളുവിൻ്റെ അച്ഛൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. സിമെൻറ്റ് വെച്ചിട്ട് മാളുവിൻ്റെ അച്ഛൻ ഉണ്ടാക്കിയതാണ് ഇതെല്ലാം. അത് നന്നായിട്ട് നല്ല ആർട്ട് നല്ലപോലെ അറിയാൻ പുള്ളിക്കാരൻ. എന്തൊരു കാര്യത്തിലും ഇറങ്ങുമ്പോൾ നല്ല വൃത്തിക്ക് ഇതൊക്കെ സിമെൻറ്റ് വെച്ചിട്ടും കമ്പികളൊക്കെ ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ മാളുവിൻ്റെ കൂട്ടുകാരാണ്. ഒരാൾ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞ് ഓടിയതാണ്. അടുത്ത ആൾ മുഖം വെത്തുന്നു. പിന്നെ ഇത് ചേട്ടനുണ്ട്, കുഞ്ഞുണ്ട്, വല്യമ്മ, പിന്നെ സജിയണ്ണൻ. പിന്നെ ഞങ്ങളെല്ലാവരും ഉച്ചയ്ക്ക് കഴിക്കുന്ന ചോറായിരുന്നു. എല്ലാവരുമായിട്ടിരുന്ന് സന്തോഷമായിട്ട് ആഹാരമൊക്കെ കഴിച്ച് മാളുവിൻ്റെ കൂട്ടുകാരൊക്കെയുണ്ട്. എല്ലാവരും ഒത്തിരിക്കുക. അവൻ ഒരുങ്ങിയില്ലെന്ന്, അതുകൊണ്ട് അവന് വീഡിയോ എടുക്കല്ലെന്ന് നടിക്കിരിക്കുന്നു. മോനസ് പറയുന്നത് ഞാൻ ഒരുങ്ങിയില്ല, ഇങ്ങനെയല്ല ഞാൻ ഒരുങ്ങില്ല, ഇങ്ങനെയല്ല വീഡിയോ എടുക്കരുതേന്നും പറഞ്ഞുകൊണ്ട് ബഹളം വെക്കുക. ഇത് ഞങ്ങളുടെ മിഹാൻകുട്ടനാണ്. മിഹാൻകുട്ടൻ ക്രിസ്മസ് ആയതുകൊണ്ട് വന്നതാണ് അവരുടെ വീട്ടിൽ. ഇവിടെ ഒരുപാട് കുട്ടികൾ കളിക്കാനൊക്കെ ഒത്തിരി പേരുണ്ട്. എല്ലായ്പ്പോഴും എപ്പോഴും കളിയും ചിരിയും ബഹളമൊക്കെയാണ് ഇവിടെ ഫുള്ള്. പിന്നെ ഇത് വല്യമ്മയുടെ മോളാണ്, മൂത്ത മോളാണ്, ചേച്ചിയുടെ കൊച്ചുമോളാണ്. അത് ആമിക്കുട്ടി. അത് ആമിക്കുട്ടിമാർ ഒത്തിരി ഉണ്ട് ഇവിടെ ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങളുടെ ചേച്ചിയുടെ മോളുണ്ട്, മഞ്ജു ചേച്ചിയുടെ മോൾ ആമിയുണ്ട്. ഒരുപാട് ആമിമാരുണ്ട്. എല്ലാവരും വളരെ നാണം കൂണിങ്ങ. ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ആദ്യ ബഹളം. അപ്പം മാളുവിൻ്റെ പാവയാണ് പട്ടി. ആ പട്ടിക്കുട്ടിയെ ഇട്ട് വാവേ വിളി ആമയുടെ പണി. ആമയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പാവ. എന്ത് പാവയെ കിട്ടിയാലും അതിനെ വെച്ച് കളിപ്പിക്കാനാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ കുറച്ച് വണ്ടി പ്രാന്തമുണ്ട്. ചേട്ടനിങ്ങനെ കൂടുതലും വണ്ടിയൊക്കെ ഉപയോഗിച്ച് കളിക്കുമ്പോൾ ഞങ്ങൾക്കും വണ്ടി തന്നെ വേണം എന്നുള്ള, കാറ്, ബുള്ളറ്റ് ഇതൊക്കെ തന്നെ വേണമെന്ന് ചിലപ്പോഴുണ്ട്. പക്ഷെ കൂടുതലും പാവയാണ് ആൾക്കിഷ്ടം. അപ്പോൾ ആൾ ചെരുപ്പൊക്കെ ഇട്ടിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ പോവുക പാവയെ. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഇത് മാളൂൻ്റെ ആണെന്ന്. പിന്നെ അങ്ങ് തിരിച്ചു കൊണ്ടുപോകും. എവിടെ നിന്നോലെ എന്തെങ്കിലും എടുത്താൽ വീട്ടിൽ കൊണ്ടുവരാറില്ല. അവിടെ നിന്നുള്ള കളിയേ ഉള്ളൂ. അതിനെടുത്ത് പൊക്കലും അതിനോട് ഭയങ്കര കാര്യം പറച്ചിലും ഒക്കെയാണ്. അത് കഴിഞ്ഞ് താഴെ പോകും. അതിന് ഭയങ്കരമായിട്ട് അതിനെ പിന്നെ എടുത്തുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ആദ്യം ചെരുപ്പ് ഊരിയിട്ട്, അപ്പോൾ ആദ്യയുടെ ചെരുപ്പ് അവൾക്ക് വേണം. അതിനവൾ ചോദിക്കുക ആദ്യയുടെ ചെരുപ്പ്. ആദ്യം ചെരുപ്പ് വേണമെങ്കിൽ അതിക്ക് പാവയെ കൊടുത്ത് ആദ്യം ചെരുപ്പ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്ക് ചെരുപ്പ് മതി. അതുകൊണ്ട് പാവ അങ്ങ് കൊടുത്തിട്ട് ചെരുപ്പ് എടുത്തിട്ടുണ്ട് നടക്കായിരുന്നു. പിന്നെ കളിക്കാൻ അവരെല്ലാം സാധനമൊക്കെ എടുക്കുമായിരുന്നു. കളിക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും വീട്ടിലൊക്കെ പോയി റെസ്റ്റ് എടുക്കാൻ കുറച്ച് നേരം. ഫുൾ കളിയായിരുന്നു. അതുകൊണ്ട് ഇത് രണ്ടുപേര് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. അടുത്ത് പിന്നെ രണ്ടുപേര് മതി കൂടെ കളിക്കുക. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഇച്ചിരി വഴക്കും അടിയൊക്കെയാണ് രണ്ടുപേരുടെ കളിയുണ്ട്. ഇപ്പോൾ ഉടനെ ഞാൻ ചെറുപ്പെടുത്താൻ കാണും.
അതിന് അവനെടുത്ത് കളയും. പുള്ളിക്കാരിക്ക് സങ്കടം വന്നിട്ട് ഇറങ്ങി. പിന്നെ വൈകിട്ട് പാർട്ടിയാണ്. വൈകിട്ട് ആഘോഷങ്ങൾ തുടങ്ങി. അവരുടെ മാളുവിൻ്റെ വീടായതിൻ്റെ സന്തോഷം, ക്രിസ്മസ് എല്ലാം കൂടെയുള്ള ആഘോഷങ്ങളുടെ തുടക്കമായിരുന്നത്. അതെ പുറയിലോട്ട് പോകും. ഉരുട്ടിനെയൊക്കെ ഫ്രണ്ടിൽ നിർത്തി. ആദ്യം ഇറങ്ങാം. ഇനി വെളിപ്പാട്ടിന്റെ നാള് തലമുറ വാഴ്ത്തും മാസ്മലരാവ് കോഴികൾ അത് ഒരുപാട് പെരുന്നാൾ വാഴ്ത്തുകൾ പാടുന്ന പാട്ട് നാട് നാട് പെണ്ണിന്റെ കാരുണ്യം കാരമുള്ളു കരിങ്കല്ലു കൊണ്ട് പടി കെട്ടി വെച്ചു നിൻ സാമ്രാജ്യം എല്ലാവരും വന്നാട്ടി ഒത്തുപിടിച്ചിടാം മുന്നോട്ട് നടപടിയാക്കേണ്ട കാര്യങ്ങൾ പ്രതിവിധിയില്ല ചോദ്യങ്ങൾ ഇതുവല്ലാത്തൊരു കഥയാണ് കനവില്ലാത്തവരുടെ കഥയാണ് കറയില്ലാത്തൊരു മനമാണ് ഈ തലയിൽ വലിയൊരു കനമാണ് നിരപരപര വെളുക്കുമ്പോൾ ഉച്ചി വെളിച്ചം അടിച്ചടപടെ നടിച്ചിട്ടൊരൊറ്റയോട്ടം അടിമുടിക്ക് തെറ്റെടുത്ത് കുറ്റബോധം അത് പറഞ്ഞിട്ട് കാര്യമില്ല La fiesta, en la casa,
കണ്ണിറയും കാഴ്ച മേലെ ആകാശത്ത് വിരിയും താരകമെങ്ങോട്ടേക്കാ ഈരവിൻ നേർച്ച കണ്ണിറയും കാഴ്ച താഴെ ഭൂലോകത്ത് പിറക്കാനായിട്ടുള്ള പുറപ്പാടാ ഈ വീഡിയോ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും അവൾ എത്രത്തോളം സന്തോഷമായിരിക്കും. അവളുടെ കൂട്ടുകാരുമൊത്ത് അവൾ വളരെയധികം സന്തോഷത്തിലാണ്. അവൾക്കൊരു വീട് എന്നൊരു സ്വപ്നം നടന്നപ്പോഴത്തേനും അവരവർക്ക് വീടുണ്ടായിരുന്നു. വീടില്ല, നല്ല വീടുണ്ടായിരുന്നു, ചെറിയ വീടായിരുന്നു. അതിൽ നിന്ന് ഇത്രയും നല്ലൊരു വീട് അവൾ താഴെപ്പോഴത്തേനും ഭയങ്കര അധികം സന്തോഷമാണ്.